നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ കോൺഗ്രസ് നടത്തിയത് ഒരു അപ്രതീക്ഷിത നീക്കമാണ്. 2019 അത്തരത്തിലൊരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരനെ വടകരയിൽ എത്തിക്കുകയാണ് ചെയ്തത്. കെ മുരളീധരന് തുടക്കത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ ഒരു അമാന്തമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയ ഒരു വരവേൽപ്പ് പിന്നീട് കെ മുരളീധരനെ കളത്തിൽ കൂടുതലായിട്ട് നിലയുറപ്പിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് വോട്ടുപിടുത്തവും തുടങ്ങിയവരെ അമ്പരപ്പിച്ചാണ് സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മത്സരത്തിനില്ലെന്ന് പറഞ്ഞെങ്കിലും വടകരയിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സജീവ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. തൃശ്ശൂരിൽ ടി.എൻ. പ്രതാപനും ഇതേ അവസ്ഥയായിരുന്നു. ചുവരെഴുത്തും പ്രചാരണവും തുടങ്ങി. ഒടുവിലെല്ലാം മാറിമറിഞ്ഞു. അവസാന നിമിഷം സ്ഥാനാർത്ഥി മാറിയതിൽ വടകരയിലെ UDF പ്രവർത്തകർക്ക് നീരസമുണ്ടെന്ന് സൂചനയുണ്ട്. അതേസമയം ഷാഫിയുടെ വരവോടെ വടകരയിൽ MLA-മാരുടെ പോരാട്ടത്തിന് കൂടിയാണ് വഴിയൊരുങ്ങുന്നത്. നിലവിൽ പാലക്കാട് MLA ആണ് ഷാഫി പറമ്പിൽ. എതിരാളി മട്ടന്നൂർ MLA KK ശൈലജ. വടകരയിൽ ആര് ജയിച്ചാലും ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകുമെന്ന് ചുരുക്കം. ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന വടകര TP ചന്ദ്രശേഖരൻ CPM വിട്ടതോടെയാണ് UDFന് അനുകൂലമായത്. 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ വടകര UDF പിടിച്ചു. 2014 മുല്ലപ്പള്ളി തന്നെയായിരുന്നു MP. 2019 നിർണായക പോരാട്ടത്തിൽ കെ മുരളീധരൻ വടകരയിലെത്തി. P ജയരാജനുമായി തീപാറുന്ന പോരാട്ടമാണ് നടന്നതെങ്കിലും മുരളി ജയിച്ചു. CPM-ൽ അണികളുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്ന P ജയരാജനെയാണ് മുരളീധരൻ മലർത്തിയടിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും മുരളി തന്നെ എന്ന് UDF പ്രവർത്തകർ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. മുരളിക്കെതിരെ ശക്തനായ നേതാവിനെ തന്നെ നിർത്തണമെന്നും വടകര പിടിക്കേണ്ടത് അഭിമാന പ്രശ്നമാണെന്നും CPM-ലും ചർച്ചയുണ്ടായി. ഇതോടെയാണ് KK ശൈലജ എന്ന ജനകീയ നേതാവിനെ തന്നെ CPM രംഗത്തിറക്കിയത്. വളരെ നേരത്തെ തന്നെ ശൈലജ പ്രചാരണം തുടങ്ങുകയും ചെയ്തു. അതേസമയം UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയം നീണ്ടത് പ്രവർത്തകരെ ആശങ്കയിലാക്കിയിരുന്നെങ്കിലും കെ മുരളീധരന് വേണ്ടി പ്രചാരണം തുടങ്ങിയിരുന്നു. ശക്തമായ ശൈലജയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിശക്തമായി പണിയെടുത്തേ മതിയാകൂ എന്ന തിരിച്ചറിവിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ UDF പ്രവർത്തകർ പ്രചാരണം തുടങ്ങിയത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേക്കേറിയതാണ് അവസാന നിമിഷം കോൺഗ്രസ് തീരുമാനം മാറ്റാൻ കാരണമായതെന്നാണ് വിവരം. തൃശ്ശൂരിൽ പത്മജയെ മുന്നിൽ നിർത്തി ഏത് വിധേനയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് അക്കൗണ്ട് തുറക്കാനാണ് BJP ശ്രമം. ടി.എൻ. പ്രതാപൻ തൃശ്ശൂരിലെ ശക്തനായ നേതാവും ജനകീയനുമാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൽ പ്രതാപൻ തന്നെ തൃശ്ശൂരിൽ നിന്നാൽ മതിയോ എന്ന ചോദ്യം ഉയർന്നു. ഒടുവിൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാമെന്ന തീരുമാനത്തിലെത്തിയ കോൺഗ്രസ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് എത്തിക്കുകയായിരുന്നു. ചരിത്രത്തിലില്ലാതിരുന്ന ഷാഫി പറമ്പിൽ MLA വടകരയിലേക്ക് വരുന്നതിൽ UDF പ്രവർത്തകരിൽ അസ്വാരസ്യമുണ്ട്. കെ മുരളീധരനായി നിശബ്ദ പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ ഷാഫിയുടെ വരവിൽ അത്ര പിടിച്ചിട്ടില്ല. KK ശൈലജയെപ്പോലെ കരുത്തയായ വടകരയിലെ കുഞ്ഞുകുട്ടികൾക്ക് പോലും സുപരിചിതയായ നേതാവിനോട് പാലക്കാട്ട് നിന്ന് വരുന്ന ഷാഫിക്ക് പൊരുതി നിൽക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം പല പ്രവർത്തകരും ചോദിക്കുന്നുണ്ട്. TP ചന്ദ്രശേഖരൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ വീണ്ടും ചർച്ചയാക്കാൻ UDF ശ്രമിക്കുമ്പോൾ TP കേസിൽ നിന്ന് തെന്നിമാറിയാണ് ശൈലജയുടെ പ്രചാരണം. CPM-കാർക്ക് മുഖമടച്ച് മറുപടി നൽകുകയും വടകരയിലെ കുട്ടികൾക്ക് പോലും സുപരിചിതനാകുകയും ചെയ്ത മുരളിയെ മാറ്റിയതിൽ ഉള്ളിൽ ആശ്വസിക്കുന്നുണ്ടെന്നാണ് വിവരം. എന്നിരുന്നാലും ഷാഫിയെ ഒട്ടും ചെറുതായി CPM കാണുന്നുമില്ല. ഷാഫി പറമ്പിലിന് ഒരു സെക്യുലർ ഇമേജുമുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ടും സമാഹരിക്കും, കോൺഗ്രസിൻ്റെ വോട്ടും. ഒപ്പം ഈ പറഞ്ഞ തരത്തിൽ ഒരു ജനകീയത ഷാഫി പറമ്പിലിനും ഉണ്ട്. അതിലൂടെയും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്.